വിശുദ്ധിയോടുകൂടി പഠിക്കാനിരിക്കണം. നമ്മളിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം. എന്തൊക്കെ ഗോൾ ഉണ്ടാക്കിയാലും, എന്തൊക്കെ ഡിസയർ ഉണ്ടെങ്കിലും, എന്തൊക്കെ ആക്ഷൻ കാണിച്ചാലും എന്ത് വേണം? വിശുദ്ധി ഉണ്ടാവണം. നമുക്ക് വിശുദ്ധി ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. നമ്മൾ എങ്ങനെയൊക്കെ തലകുത്തിന്ന് പഠിച്ചാലും, രാത്രി മുഴുവൻ കുത്തിയിരുന്ന് വെളുപ്പാക്കിയാലും പഠിച്ചാലും, പരീക്ഷ എഴുതാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തരണം. ആ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണം, നമ്മുടെ കൂടെ ഉണ്ടാവണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിശുദ്ധി വേണം. വിശുദ്ധിയോടുകൂടി പഠിക്കാൻ സാധിക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ വന്ന മകന്റെ തകരാറായി വിശുദ്ധിയിൽ കുറവ്. അത് വെളിപ്പെടുത്തി അത് അവൻ ഉപേക്ഷിക്കാൻ തയ്യാറായി. അങ്ങനെയുള്ള പ്രവർത്തികളിൽ നിന്നും പിന്മാറാൻ അവൻ തയ്യാറായി. ദൈവത്തിന്റെ മുമ്പിൽ മാപ്പ് ചോദിച്ചു. കണ്ടില്ലേ എത്ര പെട്ടെന്ന് അവന് ഫലം കിട്ടിയത്? ഒരാഴ്ചക്കുള്ളിൽ നടത്തപ്പെട്ടിരുന്ന ജോലി അവന് ലഭിച്ചു. അവൻ തുള്ളിച്ചാടില്ലായിപ്പോഴും. അത് കഴിഞ്ഞ് ഈ അടുത്ത സമയത്ത് എന്നെ വിളിച്ചു, സാറേ എനിക്കിപ്പോ ഒരാഗ്രഹം, എനിക്ക് എംടെക്കിന് പഠിക്കണം. നമ്മുടെ പോലെ നല്ലതാ, തമ്പാൻ അങ്ങനെ ഒന്നിച്ച് നീ പഠിക്കുക. അവൻ അവിടുന്ന് അവധിയെടുത്തിട്ടില്ല. കാരണം കോയമ്പത്തൂര് എംടെക്കിന് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് അവധിയെടുത്ത് അവിടെ പോയാൽ മതി. കോഴ്സ് എടുത്താണ് മാസത്തിൽ കുറച്ച് 3-4 ദിവസം പോയാൽ മതി. അവനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കും. നോക്കിക്ക് 5 കൊല്ലമായിട്ട് ജോലിയില്ലാതെ നിരാശനായി ആത്മഹത്യയുടെ വക്കിലെത്തി നിന്നവൻ. അവനിലേക്ക് വിശുദ്ധി തിരിച്ചു വന്നപ്പോൾ അവനവന്റെ പാപങ്ങളെ ഓർത്ത് തമ്പുരാന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കി കരഞ്ഞു പറഞ്ഞപ്പോൾ തമ്പുരാന് വാക്ക് കൊടുത്തു, ഇനി ഞാൻ നിങ്ങൾക്കെതിരായി പാപം ചെയ്യും, ഞാൻ വിശുദ്ധിയിൽ ജീവിക്കും. ദൈവം പ്രസാദിച്ചു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. Praise the Lord. Hallelujah. Hallelujah. അപ്പൊ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? വിശുദ്ധി. വിശുദ്ധിയിൽ ജീവിക്കണം. വിശുദ്ധിയോടുകൂടി പഠിക്കാൻ സാധിക്കും. നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് വിശുദ്ധി ഉണ്ടോ? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എത്രമാത്രം വിശുദ്ധി ഉണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. ഓരോ മക്കളും സംസാരിക്കാൻ കടന്നു വരുമ്പോൾ പ്രശ്നങ്ങൾ മുഴുവൻ പഠിക്കാൻ പറ്റുന്നില്ല, ഓർമ്മ വയ്ക്കുന്നില്ല. എന്താ കാരണം? സ്വസ്ഥമായ മനസ്സ് ഇല്ല. മനസ്സെപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പലതരത്തിൽ അസ്വസ്ഥത. സ്വസ്ഥമായ മനസ്സില്ല എങ്കിൽ പഠിത്തം ശരിയാക്കില്ല. ഒന്നാമതായിട്ട് എന്ത് വേണം? വിശുദ്ധി. അതുകൊണ്ടാണ് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധി കൂടാതെ എന്ന് പറയുന്നു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. എന്താ വചനം? യോശുവ 3:5. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ഫെബ്രുവരി 12-14 പറയുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കും.
വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കും. അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്. നിങ്ങളൊരു വചനം പഠിച്ചു നേരത്തെ. ഏതാണ്? ഫിലിപ്പിയർ 4:13. എന്താ പഠിച്ചേ? എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്നെ ശക്തനാക്കുന്നവൻ എന്റെ കൂടെ ഉണ്ടാവണം. എന്നെ ശക്തനാക്കുന്നത് ആരാ? പരിശുദ്ധാത്മാ. അല്ലേ? ശുദ്ധീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാ. അപ്പൊ ആ പരിശുദ്ധാത്മാ കൂടെ ഉണ്ടെങ്കിൽ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. അപ്പം നമ്മൾ ഓരോരുത്തരും പറയണം പഠിക്കാനിരിക്കുന്നതിന് മുമ്പ്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് പഠിക്കുവാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് റാങ്ക് മേടിക്കാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് വിജയം വരിക്കാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് ഫസ്റ്റ് ക്ലാസ് പഠിക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോന്നും നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് പറയാൻ. ആ ശക്തനാക്കുന്നവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി. ആ ശക്തനാക്കുന്നവൻ നമ്മളിൽ വന്ന് വസിക്കുവാൻ നാം അനുവദിക്കണം. അതിനെന്ത് വേണം? നമ്മളിൽ വിശുദ്ധി ഉണ്ടാവണം. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കും. വിശുദ്ധിയുള്ളവത്തെ പരമപരിശുദ്ധനായ ദൈവം കടന്നു വരികയുള്ളൂ. ദൈവം നമ്മളിൽ ഇല്ലായെങ്കിൽ പിന്നെ ആരുണ്ടാവും? ആര് വരും കൂട്ടിന്? ആര് വരും? അശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ആര് കയറി വരും? ആര് കയറി വരും? അശുദ്ധാത്മാവ്. അല്ലെങ്കിൽ സമം ആരാ? അശുദ്ധാത്മാവ് സമം പിശാച്. പിശാച് കയറി വരും. അപ്പോൾ നമ്മളിൽ ഇപ്പൊ ആരാ ഉള്ളത്? നമ്മളിൽ ആരാണുള്ളത്? നമ്മുടെ കൂടെയുള്ളത് ആരാ? ഹോളി സ്പിരിറ്റ് ആണോ? ഈവിൾ സ്പിരിറ്റ് ആണോ? ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ ഇങ്ങനെ വ്യാകുലമാതാവിനെ പോലെ ആയിരിക്കും. ഇരിക്കോ? അത് കാണുമ്പോ അറിയാം, കരഞ്ഞോണ്ടിരിക്കുക. എന്താ കാര്യം? ഹോളി സ്പിരിറ്റിന്റെ കുറവാണ്. ഹോളി സ്പിരിറ്റ് നമ്മളിൽ നിറഞ്ഞാൽ ഉള്ളിച്ചാടും. എപ്പോഴും സന്തോഷമായിരിക്കും. എപ്പോഴും സന്തോഷമായിരിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആനന്ദിക്കുവിൻ, സദാ സന്തോഷിക്കുവിൻ, എപ്പോഴും സന്തോഷിക്കും. സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ടോ? അപ്പൊ നമ്മളിൽ ആര് പറയണം? പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് നമ്മളിൽ വന്നെന്നറിയാം. അതിന് നമ്മൾ എന്ത് വേണം? വിശുദ്ധി വേണം. വിശുദ്ധി ഉള്ളവർക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരികയുള്ളൂ. അപ്പോൾ വിശുദ്ധിയോടുകൂടി ഇന്ന് പഠിക്കാൻ നമ്മളിൽ അശുദ്ധി നിലനിൽക്കുന്നുണ്ടോ? നമ്മളെ ചിന്തകൾ വിശുദ്ധമാണോ? നമ്മുടെ കണ്ണുകൾ വിശുദ്ധമാണോ? എന്തൊക്കെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ചിന്തകളിലൂടെ പോകുന്നത് എന്തൊക്കെയാണ്? വിശുദ്ധമായ ചിന്തകളാണ് നമ്മളെ ഭരിക്കുന്നത്. എങ്ങനെയുള്ള ചിന്തകളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്? ചിന്തകള് മാറിപ്പോകുന്നതിന് തെറ്റില്ല.
പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതും തെറ്റല്ല. ഇതെന്താ തെറ്റ്? ഉദാഹരണം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേ ഒരു കാക്ക നമ്മുടെ തലയുടെ പോലെ ഇങ്ങനെ പറന്നു. എന്താണ് പറന്നു പോയത്? കാക്ക. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ത് ചെയ്യും? അവിടെ ചാടുവോ? എന്ന് പറഞ്ഞ് ചാടുവോ? കാക്ക ഓടിക്കാൻ ശ്രമിക്കോ? ഇല്ല, അതങ്ങ് പോകും. ആരെങ്കിലും മൈൻഡ് ചെയ്യോ? ഇല്ല. അതേ സമയത്ത് ആ കാക്ക ഒന്ന് തലയിൽ ഇരുന്നാലോ, പ്രത്യേകിച്ച് എന്നെ പോലുള്ള തലയാണെങ്കിലോ എന്തായിരിക്കും സ്ഥിതി? ഞാൻ സമ്മതിക്കോ? സമ്മതിക്കോ? നിങ്ങൾ സമ്മതിക്കോ നിങ്ങൾ തലയിൽ വന്നിരിക്കാൻ? സമ്മതിക്കോ? ഇല്ല. എന്താ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? പറഞ്ഞോ. ആ രാഷ്ട്രം. നമുക്കറിയാം അതിനെ അവിടെ ഇരിക്കാൻ അനുവദിച്ചാൽ അത് നമ്മളെ വൃത്തികേടാക്കും, അല്ലേ? നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇരിക്കാൻ സമ്മതിച്ചാൽ അതേ മാന്തി പറിക്കും, അല്ലെ കാഷ്ടമിടും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് വൃത്തികേടാക്കും. അതുകൊണ്ട് നമ്മൾ അനുവദിക്കുമോ? ഇല്ല. ഇതുപോലെയാണ് നമ്മുടെ ചിന്തകൾ. ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകാൻ വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. പക്ഷേ കുഴപ്പം എപ്പോഴാ വരുന്നത്? ഈ ചിന്തകളെ മനസ്സിലിട്ട് താലോലിച്ച് അതിൽ രസം കണ്ടെത്തുമ്പോൾ, അതിനെ നമ്മൾ ആസ്വദിക്കുമ്പോൾ അവിടെ അത് തെറ്റായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നടന്നു പോകുന്ന വഴിക്ക് ഒരു സിനിമയുടെ പോസ്റ്റർ ആണ്. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാം, ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. അവിടെ ഇങ്ങനെ നിൽക്കാം, ഇല്ലേ? ഒരു 5 സെക്കൻഡ് നിന്ന് അതൊന്ന് കണ്ടു എന്നിട്ടിങ്ങനെ നടക്കുന്ന വഴി മുഴുവൻ അതിനെക്കുറിച്ച് ആലോചന. അങ്ങനെ ഇരിക്കും. നമ്മളെവിടെ എത്തിച്ചെല്ലും? നമ്മുടെ മനസ്സ് മുഴുവൻ ആ ചിന്തയായി, ഇല്ലേ? നമ്മളെ ക്ലാസ്സിൽ പോയിരുന്നാലും കൂട്ടുകാരെ കാണുമ്പോൾ പറയുന്നത് എന്താ? എടാ ഇന്നത്തെ സൂത്രം ഇരിക്കും അറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടേ ഇതാണ്. അപ്പൊ നമ്മളെ ഭരിക്കുന്നത് ആ ഈവിൾ സ്പിരിറ്റ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ വീണ് പോകുന്നു, നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുക. അപ്പം വിശുദ്ധിയുള്ള അവസ്ഥയിൽ മാത്രമേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സ് വിശുദ്ധമായിരിക്കണം. നമ്മുടെ മനസ്സ് വേണ്ടാത്ത ചിന്തകൾ പാടില്ല. അപ്പം അങ്ങനെയുള്ള ചിന്തകളെല്ലാം പാടില്ല. അന്നേരം എന്ത് ചെയ്താൽ മതി? നടന്നു പോകുമ്പോ കാണുകയാണെങ്കിൽ ഒരു നിമിഷം കണ്ണടച്ചു. ഒരു നിമിഷം കണ്ണടച്ചാൽ ഒന്നുകിൽ ആ പടം കടന്നു പോകും, അല്ലെങ്കിൽ നമ്മൾ ആ പടത്തെ കടന്നു പോകും, അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങ് കടന്നു പോകും. നമുക്ക് പ്രശ്നം ഉണ്ടോ? ഇല്ല. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഒന്നാമതായിട്ട് വേണ്ടത് എന്താണ്? വിശുദ്ധി. വിശുദ്ധമായ മനസ്സുണ്ടായിരിക്കണം. നമ്മുടെ മനസ്സ് വിശുദ്ധിയോട് കൂടി ഇരുന്ന് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ആരും നമ്മുടെ കൂട്ടിലുണ്ടാവും? പരിശുദ്ധാത്മാവ്. ഒന്ന് വായിച്ചാൽ മതി എല്ലാം മനസ്സിലാവും. ഒന്ന് വായിച്ചാൽ മതി എല്ലാം കാണപ്പാടമാണ്. അത് പിന്നെ ഓർമ്മയിൽ നിന്ന് പോകയില്ല. ഓർമ്മയില് അതവിടെ ഇരിക്കും. ആരെ ഓർമ്മിപ്പിച്ചാലും പിന്നീട് ആവശ്യം വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ചിട്ടൊന്ന് ചിന്തിച്ചേ, എന്നിൽ എത്രമാത്രം വിശുദ്ധിയുണ്ട്? എന്റെ പരാജയങ്ങൾക്ക്, എന്റെ ആഗ്രഹത്തിനൊത്ത് ഉയരാൻ സാധിക്കാത്തതിന്റെ കാരണം എന്താണ്? എന്നിലെ വിശുദ്ധിയുടെ കുറവാണോ? എന്റെ ചിന്തകൾ വിശുദ്ധമാണോ? എന്റെ കണ്ണുകൾ, എന്റെ കാഴ്ച ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധമാണോ? ഞാൻ സംസാരിക്കുന്നത് വിശുദ്ധമായിട്ടാണോ? ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് വിശുദ്ധമായ കാര്യങ്ങളാണോ? ഒരു നിമിഷം ചിന്തിക്കുക. ഞാൻ എന്റെ കർത്താവിന്റെ മോനാണ്, മോളാണ്.
ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഈശോയുടെ ഇഷ്ടമനുസരിച്ചാണോ ഞാൻ പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ട് എനിക്ക് പരാജയം ഉണ്ടാകുന്നു? എന്തുകൊണ്ട് എനിക്ക് നന്നായി പഠിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഞാൻ ഉയരണമെന്ന് ആഗ്രഹിച്ചിട്ട് ഉയരാൻ പറ്റുന്നില്ല? ഈശോയോട് ക്ഷമ ചോദിക്കുക. ഈശോയെ, ഞാനിതാ ക്ഷമ ചോദിക്കുന്നു. നീ കാൽവരിയിൽ രക്തത്താൽ എന്നെ ഒന്ന് കഴുകി വിശുദ്ധി പ്രാർത്ഥിക്കും. വിശുദ്ധിയിലേക്ക് ചിന്തിക്കുന്നത് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി. ആ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം കഴുകപ്പെടണം തിരുരക്തത്താൽ. ഈശോയോട് പറ, ഈശോയെ എനിക്ക് വ്യക്തിപറ്റി, ഈ നിമിഷം മുതൽ നിന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ജീവിക്കാം. എന്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ, എന്റെ കാഴ്ചയെ വിശുദ്ധീകരിക്കണമേ, എന്റെ കാതുകളെ വിശുദ്ധീകരിക്കണമേ, എന്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ, എന്റെ പ്രവർത്തികളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കറിയാം, നമ്മുടെ പഠന സാഹചര്യങ്ങളില് സ്കൂളുകളായാലും കോളേജുകളൊക്കെ ആയാലും എവിടെയും പാപ സാഹചര്യങ്ങൾ വളരെയധികമാണ്. പാപകരമായ അല്ലെങ്കിൽ കൂട്ടുകെട്ടുകള്, തെറ്റായ കൂട്ടുകെട്ടുകള്, തെറ്റായ ബന്ധങ്ങള്. നമുക്കറിയാം, അധ്യാപകരെ ബഹുമാനിക്കാതിരിക്കുക, അധ്യാപകരെ ഇരട്ടപ്പേരിട്ട് വിളിക്കാറുണ്ടോ? എല്ലാവർക്കും കാണും ഓരോ പേര്, ഇല്ലേ? അങ്ങനെ പലതരത്തില് നമ്മളെ തന്നെ അശുദ്ധമാക്കുന്ന പ്രവൃത്തികളുണ്ട്. തെറ്റായ വായനകള്, തെറ്റായ സിനിമകള്, നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന പദങ്ങള്, സ്വരങ്ങള്, പാട്ടുകള്, ഇങ്ങനെ അനേക കാര്യങ്ങൾ നമ്മുടെ വിശുദ്ധിക്ക് എതിരായി നമ്മെ നയിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്നൊക്കെയും പിന്മാറുവാൻ നാം തയ്യാറാണ്. അതുപോലെ രണ്ടാമതായിട്ട് വേണ്ടത് വേറൊരു സംഭവമുണ്ട്. പഠിക്കുന്ന കുട്ടികളുടെ ഇടയില് അസൂയ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയെ ഉഴപ്പാൻ പ്രേരിപ്പിക്കുക, പഠിക്കാൻ സമ്മതിക്കാതിരിക്കുക, പഠിക്കുന്നിടത്ത് നിന്ന് ബഹളം ഉണ്ടാക്കുക, അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? ഉണ്ട്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ക്ലാസ്സിൽ ഫസ്റ്റ്, പക്ഷേ ഇതായിരുന്നു പ്രശ്നം. കുറെ കൂട്ടുകാരുണ്ട്, ഇവിടെ പഠിക്കാൻ സമ്മതിക്കും. ഒരുപാട് കൊച്ചുകാരും പ്രശ്നം പോയി. അതൊക്കെ പാപമാണ്. അതെല്ലാം നിന്റെ പാപങ്ങൾ നിന്നെ വേട്ടയാടും. നാം പാപത്തിൽ അടിമപ്പെട്ടാൽ ആ പാപങ്ങൾ നിന്നെ അലട്ടിക്കൊണ്ടേ നമുക്ക് സ്വസ്ഥത കിട്ടിയില്ല. കാരണം നമ്മൾ ഏത് വ്യക്തിയാണോ ദ്രോഹിക്കുന്നത്, വേദനിപ്പിക്കുന്നത്, ആ വ്യക്തി ദൈവത്തിന് മുമ്പിൽ കണ്ണുനീരിടും നമുക്കെതിരായി. അല്ലേ? അതിന് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ, നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കാര്യം തമ്പുരാനോട് പറയും, തമ്പുരാനെ ഇതിൽ നിന്ന് രക്ഷിക്കും. പറയുമോ? ഈ കൂട്ടുകാരിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കൂട്ടുകാരിൽ നിന്ന്, അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? തമ്പുരാന്റെ കോപം നമ്മിലേക്ക് വരും. നമുക്ക് സ്വസ്ഥത കിട്ടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തിക്കൊന്നും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കും.
വേണം, മത്സരം വേണം. പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ മത്സരം വേണം, മത്സരിച്ച് പഠിക്കണം. പക്ഷേ അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തുനിയരുത്. മത്സരിച്ച് പഠിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് പഠിക്കണം. ഞാൻ ഓർക്കുന്നു, എന്റെ രണ്ടാമത്തെ ഒരു മോളുണ്ടായിരുന്നു. അവള് 5ാം ക്ലാസ് മുതല് അവര് 4 കുട്ടികൾ ഒന്നിച്ചാണ് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. SLC കഴിഞ്ഞു, +2 ഗവൺമെന്റ് ബോയ്സിലായിരുന്നു. ഈ 4 കുട്ടികളില് ഒരു കുട്ടി പഠിത്തത്തിൽ ഇച്ചിരി മോശം. ഈ ബാക്കി 3 പേരുടെ തള്ളി അവളെ കൊണ്ട് പറയും, നീ പറഞ്ഞു കേൾപ്പിയത് ഓരോന്ന് പഠിച്ചു തരാൻ പറയും. അവളെ കൊണ്ട് പറയാൻ പഠിച്ചു. അങ്ങനെ പൊക്കി ആ കുട്ടി BSc നഴ്സിംഗ് കഴിഞ്ഞ് ജോലി. ഈ 4 പേര് ഒരേ നിലയിൽ പോയി. 5 പേര്, 5 പേര്. 2 പേര് ആയുർവേദ ഡോക്ടേഴ്സ്. ഒരാള് ബിടെക് കഴിഞ്ഞു, അമേരിക്കയിലാണ്. ഒരാള് MCA കഴിഞ്ഞു, IT ഫീൽഡില് ICL എന്ന കമ്പനിയിലായിരുന്നു, ഇപ്പൊ സ്വിറ്റ്സർലൻഡിലാണ്. അടുത്ത ആള് BSc നഴ്സിംഗ് കഴിഞ്ഞു, ഇപ്പൊ ജോലിയില്ല. എല്ലാവരും ജോലി. അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചു. ഒരാൾക്ക് ക്ഷീണം തോന്നിയാൽ മറ്റേ അവര് പ്രോത്സാഹിപ്പിച്ചു, പറഞ്ഞു കേൾപ്പിക്കാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറയുകയായിരുന്നു, ആ കൂട്ടുകാരില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നിലയിൽ എങ്ങും വരുത്തില്ല. അത്രമാത്രം പഠിത്തത്തിന് താഴോട്ടായി. പക്ഷെ അവരുടെ കൂടെ കൂടിയതുകൊണ്ട് മാത്രം ആ കുട്ടി ഉയർന്നു. അപ്പൊ അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അസൂയ പാടില്ല. അപ്പോൾ നമുക്ക് സ്വസ്ഥത. ഈ സ്വസ്ഥമായ ഒരു മനസ്സോടുകൂടി വേണം പഠിക്കാതിരിക്കുക. എങ്കിലേ പഠിക്കുന്നതൊക്കെ തലയിലോട്ട്